കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഗൈസ് ഓരോരുത്തരായിരിക്കും ഓരോ റൗണ്ടിലും അവരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളവരോട് ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ അതിന് കറക്റ്റ് ആൻസേഴ്സ് നൽകിയാൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസർ നൽകുന്ന ആളായിരിക്കും അവരെ പറ്റി ഏറ്റവും നല്ല രീതിയിൽ അറിയുന്ന ആള്. പിന്നെ ഒരാൾ 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുക്കുന്നത്. എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വൈകാതെ അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ചോദിക്കുന്നത് പാറുവാണ്. അപ്പൊ നമ്മള് ബുക്കിൽ എഴുതാൻ പോവാണ്. ചോദിക്കുന്ന ഓരോ ആൻസറിന്റെ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇതിനകത്താണ് എഴുതുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എഴുതിയാൽ നമുക്ക് പോയിന്റ് പാവ ഇടുന്നതായിരിക്കും. ഫസ്റ്റ് എന്റെ ക്ലാസ്സിലെ ലീഡറിന്റെ പേര് എന്താണെന്ന് ചോദ്യം. ഞാൻ ഇവിടുത്തെ നല്ല രീതിയിൽ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം. ഫ്രണ്ടിന്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം അവള് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ആൻസർ ഞങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് പാറു ശരിയാണോ എന്ന് പറയട്ടെ. ഞാൻ എഴുതിയത് നിവേദ്യ. ഭദ്ര ഭദ്ര നിവേദ്യ അല്ല കേട്ടോ. ഫ്രണ്ട് ഭദ്ര എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എന്റെ ക്ലാസ്സിലെ ലീഡർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ഞാൻ മാർക്ക് ഇടട്ടെ. ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ തന്നെ ഇല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. ടീച്ചറിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. നമ്മളല്ലേ പറയണ്ടേ? സൗമ്യ. നീതു ടീച്ചർ. സൗമ്യ ടീച്ചർ എവിടുത്തെ ടീച്ചറാണ്? ഒരു ഇഷ്ടപ്പെട്ട പേരും കിട്ടാൻ ടീച്ചർ വേറെ ടീച്ചർ. എന്ത് പേര്? അയ്യോ, ഇങ്ങനെ പോയത് 0 ആണല്ലോ. നിർത്തിയോ? അല്ല, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എനിക്ക് ക്രാഫ്റ്റ്സ് ചെയ്യാനാണോ അതോ ഡ്രോയിങ് ചെയ്യാനാണോ ഇഷ്ടം? ഇതിലെങ്കിലും മാർക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ. ഓക്കെ, ഡ്രോയിങ്. ക്രാഫ്റ്റ് ഏതാ? അയ്യോ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു ഇല്ലെന്ന്. അയ്യോ, പൊന്നൂന് 2 റൗണ്ടിൽ പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ 3 ഫേവറേറ്റ് നിറം എന്തൊക്കെ? 2 എണ്ണം പറഞ്ഞാൽ മതി കേട്ടോ. ഒരെണ്ണം പോരെ. ചേച്ചിക്ക് അറിയാം, നല്ല രീതിയിൽ അറിയാം ചേച്ചിക്ക്. പർപ്പിള്, പിങ്ക്, റെഡ്. പിങ്ക് റെഡ് 2 എണ്ണം മതി. ഞാൻ പിങ്ക് റെഡ് 2 മൊട്ടത്തിന്റെ ഏതാ പിന്നെ? പിങ്ക്, പർപ്പിള്, ലൈറ്റ്. അവർക്ക് കിട്ടും. എനിക്ക് കിട്ടില്ലേ? എനിക്ക് കിട്ടും. ഞാൻ പക്ഷെ 2 എണ്ണം കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടും. ചേച്ചിക്ക് ഇതിന് ഒരു മറുപടി ഒരു അര മാർക്കെങ്കിലും എനിക്ക് ഇനി എന്ത് കിട്ടാനാണ് ആഗ്രഹം? ഇനി എന്ത് കിട്ടാനാണ് ആഗ്രഹം? നിങ്ങൾ ഈ തരാം. ഗിഫ്റ്റ് ആയിട്ട് എന്ത് കിട്ടാനാണ് ആഗ്രഹം? അയ്യോ, എനിക്കറിയാം. എപ്പോഴും പറഞ്ഞു 2 എണ്ണം എഴുതാവോ? 2 എണ്ണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞങ്ങളെ കൊണ്ട് ഒന്നാത്തയാണ്. ചേച്ചിയുടെ കാര്യം, ചേച്ചിയുടെ സാധനം ചെയ്യുമ്പോ എനിക്ക് അടുത്ത ബർത്ത്ഡേക്ക് ഇത് വാങ്ങിച്ചു തരാനേ എന്താ പറയുന്നത്? ഓക്കെ, ഏത് സാധനമാണ് ഇത്? ലൈറ്റ് ഒന്ന് പോയതുകൊണ്ട് നമ്മള് സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ 5 റൗണ്ടിലും എനിക്ക് 0 ആയിട്ട്. എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? അത് 2 പറയണം കേട്ടോ. ഇതൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് കേസ്. പക്ഷെ 2 ബെസ്റ്റ് ഒന്നും ഓർക്കുന്നില്ല. കൊറേ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ അതിന് 2 എണ്ണം എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എഴുതിയോ? എഴുതങ്ങോട്ട്. എന്നോടാണോ കളി? ഞാൻ ഇപ്പൊ ശരി. ഓക്കെ, പറഞ്ഞോ. നിവേദ്യ, ആരാധ്യ. നിവേദ്യ, നിവേദ്യ, നവമി. നിങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 അലയും കൂടെ ചേർത്ത് 1 മാർക്ക് തരാമോ? ചേച്ചിക്ക് നമ്മളെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ഇഷ്ടം. ഇത് കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ തെറ്റാൻ സാധ്യത. ഓക്കെ പറ. ചലഞ്ച് ചലഞ്ച് Correct. ചേച്ചിക്ക് ആദ്യമായിട്ട് പോയിന്റ് കിട്ടുന്ന സന്തോഷമാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അടുത്ത 9ാമത്തെ question. ആ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. സിമ്പിൾ. എനിക്ക് സിമ്പിൾ അല്ല. ഞാൻ ഇന്നലെയും കൂടെ എന്റെ നമ്മള് ഇട്ട വീഡിയോയുടെ ഡേറ്റ് ഡേറ്റ് ഒക്കെ നോക്കി വെച്ചതാ. ഡേറ്റ് ഓഫ് ബർത്ത് ഇത് എഴുതിയില്ലെങ്കിൽ ഞാൻ തല മറിക്കും. എനിക്ക് നമ്മുടെ ഇവരുടെ രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നല്ല രീതിയിൽ അറിയാം. നീ പൊന്നുണ്ടി അറിയാം, പറഞ്ഞിട്ട് അറിയൂടാ. എഴുതാൻ കേട്ടോ, ഈ തെറ്റിച്ച ചേച്ചിക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ഓഫ് ചെയ്യുമ്പോ. വെയിറ്റ് കിട്ടണ്ടേ ഇന്ന്. തെറ്റിച്ചാലാ എന്താ കണക്ക് കൂട്ടുന്നോ? ഓക്കെ എഴുതി കേസ്. അത് പറ. കണക്കൂട്ടി തെറ്റിയോ എന്തോ ചേച്ചി ചോദിച്ചു പറ. 16/6/2016 ആണ്. അവിടെ പറഞ്ഞ 6 ഡേറ്റ് Correct. അതുപോലെ ആണ്. എന്റെ ഫേവറേറ്റ് ലക്കി നമ്പർ. ആരുടെ ലക്കി നമ്പർ ആയിരുന്നു എന്നോട് പറഞ്ഞത്? ആരാണ്? ആള് മാറിപ്പോയി. പാറു അല്ല, പാറു വേറൊരാളുടെ ലക്കി നമ്പർ എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇത് കുഞ്ഞാല് ഇതൊക്കെ വെച്ചിട്ടെങ്കിൽ എഴുതുക. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അതാ അത് വെച്ച് ഇത് ഞാൻ എഴുതിക്കുന്നത്. ഓക്കേ, പറ. 6. 6. Correct. ഞാൻ പിന്നെ ആലോചിച്ചത് അതെ, 10ാമത്തെ question. നാണക്കിടക്ക് മാറി കിട്ടി. എന്റെ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലം. ഓക്കേ, ഇതൊക്കെ എന്ത് പറഞ്ഞേ? സിമ്പിൾ വേണം. ഓക്കേ, പറ. പറയട്ടെ. സോഫ. 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 ഞാൻ അതിന്റെ ഇടയിൽ കൂടെ സ്മാൾ ചേർന്ന് നോക്കി. സ്മാൾ ചേർന്നൊക്കെ എഴുതി ഒറ്റ വെട്ടെന്ന് വരും. ലിവിംഗ് റൂം. ഓക്കേ. ഓക്കെ. പിന്നെ പകുതിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തോട്ട് കാണിയില്ലേ? മാർക്ക് എത്രയുണ്ട്? 11ാമത്തതല്ലേ? എനിക്ക് സോഫ്റ്റ് ടോയ്സ് ആണോ ഇഷ്ടം അതോ സാധാ ടോയ്സ് ആണോ ഇഷ്ടം? ആ, എന്തായാലും ഇതായിരിക്കും ഇഷ്ടം. അതാ അതിന്റെ പേരിൽ അങ്ങ് എഴുതുവാണ്. ഓക്കേ, പറയാം. സോഫ്റ്റ് ടോയ്സ്. Correct. അപ്പൊ നമ്മൾ ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇനി ആകെ 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ ആരായിരിക്കും ജയിക്കുന്നത് അറിയാം. ഓക്കെ, 12ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലല്ല 15 ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് ഇടാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്. ഇത് പൊന്നൂനും ചേച്ചിക്ക് നല്ല രീതി അറിയാം. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ. പറ. ഫ്രോക്ക്. ഫ്രോക്ക്. Correct. ഞാൻ അങ്ങ് 8 തൊട്ട് കുറച്ച് ടെൻഷൻ ആവട്ടെ guys. ഇതിനകത്ത് പലതും നമ്മളെ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൊത്തം കുഴപ്പിക്കുന്നത് എനിക്ക്. സിമ്പിൾ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, ഇത് തെറ്റും. ഓക്കേ, പറ. ഗാലക്സി. ബബിളി. So Galaxy correct. പൊന്നു, നീ ഇല്ലാതെ ഞാൻ ജയിച്ചു പൊന്നു. ഗാലക്സി. ഞാൻ ബബിളിയിലാണ്. Last question ആണ്. ഞാൻ ബബിളി last വിചാരിച്ചത്. Last question ആണ്. ദൈവമേ, ഇത് കൂടെ കിട്ടിയാണെങ്കിൽ എനിക്ക് സാധാ ബുക്സ് ആണ് ഇഷ്ടം. അത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്സ് ആണ്. ഇതൊക്കെ ചോദിക്കും. അതാ. സിമ്പിൾ. അതാ സിമ്പിൾ ഒന്നോടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും ഓർമ്മയില്ല. ചെയ്തിരിക്കും കാര്യം. ഓക്കെ. ഇത് ശരിയാന്ന് വിചാരിച്ചോണ്ട് ഇത് ശരിയാ. ക്യൂട്ട് Cute ബുക്സ്. books. Correct. ഇതിന് 13 മാർക്കുണ്ട്. അപ്പം ഓവറോൾ ഞാൻ പറയട്ടെ. ചേച്ചിക്ക് എനിക്ക് 8. ഗൈസ് ഒരു കാര്യം പറയട്ടെ, 8 മാർക്കല്ല എനിക്ക്. 8. എനിക്ക് 8 മാർക്ക്. എനിക്ക് മാർക്കുകൾ കിട്ടി തുടങ്ങിയത് 8ൽ നിന്ന്. എന്തോ ഒരു ഒത്തിരിമ. നെക്സ്റ്റ് ചേച്ചിയാണ് ട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ തോറ്റു തോന്നിയത്. ഞാൻ കറക്റ്റ് 15 ക്വസ്റ്റ്യൻ എനിക്ക് ആരും ഞാൻ ഓർഡറിൽ പോവാട്ടോ. സിമ്പിൾ. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? അത് തെറ്റില്ല. എനിക്ക് തെറ്റും. ഞാൻ മാർക്ക് ഇടാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. മാർക്ക് വേണ്ട, പൂജ അറിഞ്ഞൂടാ.
മൗണ്ടെയിൻ മോർ? എനിക്ക് ബീച്ചിൽ പോകുന്നതാണോ അതോ മൗണ്ടെയിൻസ് ട്രാവൽ ചെയ്യുന്നതാണോ ഏറ്റവും ഇഷ്ടം? ഇതൊന്നും ചേച്ചി പറഞ്ഞു എന്നാലും പാറുവിന്റെ പോലെ ഒരു ഗസ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും എനിക്ക് ക്ലാസ് ടീച്ചറിന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. ബീച്ച്. രണ്ടുപേർക്ക് മാർക്കുണ്ട്. അയ്യോ എന്നെ ഇത്രയൊക്കെ അറിയാമോ ഇവർക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് മൈ ഫേവറേറ്റ് കൈൻഡ് ഓഫ് മൂവി? എന്ന് വെച്ചാല് ഫണ്ണല്ല, കോമഡി, ഹൊറർ, ചില ആക്ഷൻ, ത്രില്ലർ, ഇത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. കോമഡി അറിയുന്നതായിരിക്കും. ചേച്ചി ഇങ്ങനെ തോന്നി പോയി കാണുമ്പോ ഇങ്ങനെയുള്ള സിനിമയെ കാണുന്ന പക്ഷേ ചേച്ചിക്ക് അത് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോമഡി കോമഡി അല്ല കോമഡി. അവിടെ ഉദ്ദേശിച്ച പ്രേമില് കോമഡി. ഓക്കെ, രണ്ടുപേർക്ക് മാർക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Am I more of a cat person or a dog person? ക്യാറ്റിനെയാണ് ഇഷ്ടം, ഡോഗിനെയാണ് ഇഷ്ടം. Yeah, that is the സിമ്പിൾ ആയിരിക്കും. ഞാൻ കാരണം കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഡോഗ്. ക്യാറ്റ്. പുന്നൂന് ആദ്യമായിട്ട് 0. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന്റെ വീട്ടിൽ ഒരു ജിമ്മി ഉണ്ടായിരുന്നു. അതിന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ആയുർവേദിക്കിന് എനിക്ക് അവസാനം ആയപ്പോ ഇഷ്ടമായി. അപ്പൊ എനിക്ക് അത് വായിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പട്ടികള്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കരുത്. മൈ ബർത്ത് ഡേറ്റ് ഓഫ് സിമ്പിൾ. ഞാൻ നിന്നെ കണക്ക് കൂട്ടിയിട്ട് എഴുതിക്കോ. ഇത് ഒരു മാച്ചിങ് നമ്പേഴ്സ് ആണ്. ഫുള്ള് വേണം. മാച്ചിങ് നമ്പേഴ്സ് ഞാൻ കറക്റ്റ് ആക്കിയതാ കണക്ക് കൂട്ടി. കഴിഞ്ഞോ? അതെനിക്ക് അറിഞ്ഞപ്പോഴല്ലേ നേരത്തെ എനിക്ക് രണ്ടുപേരെ അപ്പം ഇവരെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 23/1/2012. ഓ കറക്റ്റ് ഞാൻ ഞാൻ കണക്ക് കൂട്ടി എഴുതി. അത്രയ്ക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. കണക്ക് കൂട്ടലൊന്നും ഇല്ലല്ലോ. ഓക്കെ. ഓക്കെ. Do I like watching movies at home or at the cinema theater? എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതാണോ വീട്ടിൽ ഇരുന്ന് കാണുന്നതാണോ സിനിമ കാണുന്നതാണോ ഇഷ്ടം? എനിക്ക് സോഫയിൽ ഇരിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവക്ക് ക്ലൂ കൊടുക്കരുത്. ബെട്ടലെങ്ങാനും ഉണ്ടെങ്കിൽ നോക്കി. പറഞ്ഞോ. സിനിമ തിയേറ്റർ. സിനിമ തിയേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരെണ്ണം മാത്രമേ തിരിച്ചു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇരുന്നാണ് സിനിമ കാണുന്നത്. അതാണ് ഇതിന്റെ ഒരു കോമഡി. ഓക്കെ, നെക്സ്റ്റ്. അതാണ് വാട്ട്സ് സംതിങ് ഐ ആം സ്കേർഡ് ഓഫ്? എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. ഇത് തെറ്റിച്ചാൽ നോക്കിക്കോ. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. ഞാൻ ഒരുപാട് ഇനി അറിയാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവർക്കും എന്താ ആ കാര്യം അറിയാം. അത് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തേക്ക് പറയുന്നത്. അപ്പൊ വലിയ കാര്യമൊക്കെ എടുക്കത്തില്ല. എന്ത് കഥ എഴുതുന്നു? ഇത്രയ്ക്കൊക്കെ എഴുതുന്നുണ്ടോ? അത് ഒറ്റ വേർഡാണ് ഈ കഥ എഴുതുന്നത്. കുറെ ഇരുന്നങ്ങ് എഴുതുന്നു. എനിക്ക് പേടി ഉള്ള സ്ഥലമല്ല ചോദിച്ചത്, എന്താണ് പേടി എന്നാണ് ചോദിച്ചത്. അവിടെ ഹൊററാണ് ഉദ്ദേശിക്കുന്നത്. ഹൊറർ ഹൊറർ വീഡിയോസ്. ഹൊറർ ഹൊറർ എന്തുവാണ്? നല്ല ആളായതുകൊണ്ട് മാർക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ മീൻ പാവം കുട്ടിയായിരുന്നു കേട്ടോ. വാട്ട്സ് മൈ ഫേവറേറ്റ്? എനിക്ക് സ്പോർട്സ് ആണോ അതോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണോ ഇഷ്ടം? സ്പോർട്സ് മീൻസ് റണ്ണിങ് ആ ടൈപ്പ് അതൊക്കെയാണോ അതോ അയ്യോ സോറി സ്പോർട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. സ്പോർട്സിൽ ഏറ്റവും ഇഷ്ടം നമ്മൾ സ്പോർട്സിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം. റണ്ണിങ്, മറ്റേ ഷട്ടിൽ, ബാഡ്മിന്റൺ, പിന്നെ പറഞ്ഞിട്ടില്ല. വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. രണ്ടും തെറ്റ്. പാറു ആദ്യമായിട്ട് 0 വെച്ച്. ബാഡ്മിന്റൺ മറ്റേ ഷട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റണ്ണിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഇഷ്ടം? ബാഡ്മിന്റൺ.
വേൾഡിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ I would go. ഞാനിപ്പോ ലോകത്ത് എവിടെ പോകാൻ പറ്റുമോ എവിടെങ്കിലും പോകാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എവിടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ വേൾഡ് ആണ്, ഇന്ത്യക്കകത്തൊന്നും അല്ലേ, കേരളത്തിനകത്തും അല്ല. എനിക്കറിയാം. മിക്കവാറും ഇത് എഴുതാനുള്ള ചാൻസ് വേറൊരു ആൻസർ. അതാ ചേച്ചി ഉദ്ദേശിക്കുന്ന എല്ലായിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കാണെങ്കിൽ ഓക്കെ പറയിച്ചു. ന്യൂഡൽഹി. ഇതിനോട് എനിക്ക് ന്യൂഡൽഹി പോന്നെ ന്യൂസിലാൻഡ്. തോന്നി, എനിക്ക് ആൻസർ ഇതും തോന്നി. 0-0 മാൽദീവ്സ്. അല്ല ഗൈസ്, ഞാൻ ഇതിനകത്ത് മാൽദീവ്സ് ആയിരിക്കുന്നത്. നിങ്ങൾ ലക്ഷദ്വീപ് എന്നെങ്കിലും ഇവർ എഴുതിയാൽ ഞാൻ മാർക്ക് കൊടുത്തേ. എനിക്ക് ഈ രണ്ടെടുത്ത് ഏതെങ്കിലും എടുത്തു പോയാൽ മതി. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ, വാട്ട്സ് മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഓണം, ക്രിസ്മസ്, ദീപാവലി, ഹോളി, അങ്ങനെയുള്ളത്. ഊഹിക്കാനുള്ള ചാൻസ് പക്ഷെ ഊഹിക്കാൻ ഇത് ഞാൻ ഓണം കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല ഇത് പറ്റുമെന്ന്, കാരണം അത്തപ്പൂക്കളം ഇടും, സദ്യ, അതൊക്കെ ഒരു ഓണല്ലേ, അതല്ലേ കുറച്ചുകൂടെ രസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയത് ആവശ്യം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും മാർക്ക് കുറവ് പൊന്നുവിന്. ഓക്കെ, ഇനിയാണെങ്കിൽ ഞാൻ എന്റേതായ കുറച്ച് അടിപൊളി കുറച്ച് സർവീസ്, ഇതെല്ലാം എന്റെ കുറച്ച് വീഡിയോ. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, ഐ ലൈക്ക് ദ മോസ്റ്റ്. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഐ ലൈക്ക് ദ മോസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീഡിയോ ഉണ്ട്. ഷോർട്സ് അല്ല, ഡാൻസ് ഒന്നും അല്ല, വീഡിയോ. നമ്മളൊരു 9 വീഡിയോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ വാട്ടർ ബലൂൺ ചലഞ്ച് അല്ലേ? ഗൂഗിൾ ഡിസൈഡിങ് ഡ്രോയിങ് ചലഞ്ച്. യെസ്, എനിക്ക് ഡ്രോയിങ് ചലഞ്ച് ആണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് വാട്ടർ ബലൂൺ ചലഞ്ച് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ആഗ്രഹിച്ച് ചെയ്തത്, ഞാനെന്ത് പറഞ്ഞ് അങ്ങനെ ചെയ്തത്, ഐഡിയ അങ്ങനെ പറഞ്ഞു ചെയ്തത്, ഒരു ആഗ്രഹിച്ച് ചെയ്തത് ഇതാണ്. അതുകൊണ്ട് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ജങ്ക് ഫുഡ്? എന്റെ നോർമൽ ഫുഡ് അല്ല, വെജ് ഒന്നുമല്ല, നോൺ വെജില് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫേവറേറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടാണോ എന്തോ, എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ ഒട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോ വർഷം കൂടുമ്പോ എനിക്ക് മാർക്കില്ല, ഇതെന്തെങ്കിലും മാർക്ക്. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചേച്ചി. Yes, കളിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചോദിക്കും. ഞങ്ങൾ കളിച്ചപ്പം ഞങ്ങളൊരു കളി കളിച്ചിട്ടുണ്ട്, KFC കളി. അത് എന്റെ ഐഡിയ, കാരണം KFC അതൊക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്സ്? ഫ്രൂട്ട് ഞാൻ മാർക്ക് ഇടട്ടെ. മാർക്ക് മാംഗോ. പക്ഷെ ഞാൻ ആപ്പിള് കണ്ട ഒന്നിച്ചേ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആപ്പിള് അല്ല, പിന്നെ ഇവിടെ പറഞ്ഞല്ലോ മാംഗോ. മാംഗോ അല്ലാതെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാംഗോ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ്. What was the first school I attended from 1 to 3? 1 തൊട്ട് 3 വരെ ഞാൻ പഠിച്ച സ്കൂൾ. കാരണം ഇവിടെ പറ്റും, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവര്, ആൻസർ ചെയ്യാനും പറ്റും. പാറുവിന് അറിയാൻ എന്നാലും ഒരു ഫസ്റ്റ് ലെറ്റർ എങ്കിലും എഴുതി ഞാൻ മാർക്ക് തരാം. ഓക്കെ, ദേവമാതയാണ്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ആണ്, കാരണം ഇത് ഇവരോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു ഉറപ്പ്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഔട്ട് ഓഫ് ദ ഇയർ ഫ്രം 2025 to 2022 തൊട്ട് 2022 തൊട്ട് 25 വരെ ഉള്ള വർഷത്തിൽ എനിക്ക് ഏറ്റവും അടിപൊളി വർഷം എന്താ? വർഷം 2022 തൊട്ട് 23, 24, 25, 22 അല്ല 22 തൊട്ട് 5 വരെ.
ആരാണ് ആൾ പൊന്നു. ഡിഫിക്കൽട്ട് അല്ല, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു പൊന്നു എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കോമഡിയാണ്. Okay, first question, which is my old name that changed into Tirtha? അയ്യോ എനിക്കറിയാം. വലിയൊരു പേരാ. എനിക്ക് നേരത്തെ ഒരു പേരുണ്ടായിരുന്നു, അത് പിന്നെ ചേഞ്ച് ചെയ്തതാണ് തീർത്ഥയിലേക്ക്. കളിക്കുമ്പോ ആണെങ്കിൽ ഞാൻ എന്റെ പഴയ ഒരു എനിക്ക് വേറെ ഇതിലുള്ള പേര് ഇവരോട് പക്ഷേ പറയുന്നില്ല. കളിയിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കളിക്കുമ്പോ അശ്വതി ഇങ്ങനെ കുറെ പേര് അതിനകത്ത് ആയിട്ടുണ്ട്. ഇവള് ഇട്ടിട്ടില്ല അങ്ങനെ പേര്, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പേരുണ്ട് ഗൈസ്, ബട്ട് ഞാൻ ഇത് പറയുന്നില്ല, രഹസ്യമാണ്. നിങ്ങളുടെ ഞാൻ Q&A പറയാം. പറയൂ. IASന്റെ എക്സാം എഴുതുക. ഞാൻ PSC യിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എഴുതുവാ ഗൈസ്. എന്തെന്ന് ഓക്കേ. ഒന്നും എഴുതില്ല. എന്തത് വായിക്കാതെ പറയട്ടെ. ശിവപ്രിയ. ശിവതീർത്ഥ. അയ്യോ ശിവ എഴുതി തീർച്ചയാക്കിയ മതി. പ്രിയ അപ്പം ചേച്ചിക്ക് പുതിയ പാവുന്നുണ്ട്. നമുക്ക് അടുത്ത how many best friends I have? എനിക്കറിയാം. എനിക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? പേര് പറയണോ അവരുടെ? പേരെന്നാണ് നമ്പർ, ഓൺലി നമ്പർ. ഓക്കെ അല്ലയോ? എത്ര? 3. എനിക്ക് ഇപ്പോൾ 3 കറക്റ്റ് ആൻസർ. 3 പക്ഷെ ഒരാൾ തിരിക്കുന്നില്ലേ? അതെ 3 ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 3 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവോ ഇങ്ങനെ. ഓക്കെ, എനിക്ക് ഷോർട്സ് എടുക്കുന്നതാണോ ലോങ് വീഡിയോ ഞാൻ എടുക്കുന്നതാണോ? ഉറപ്പായിട്ടും ഇരുന്ന് reason പറയും. Ready, 1, 2, 3, shots. കാരണം ഇന്നലെ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞതിന് എന്തോ ഒരു വടിയാ കാണിച്ചതെന്ന് അറിയാം. ഞാൻ ചത്ത് ഗൈസ് ആ സമയത്ത്. Okay, which language I wish എനിക്ക് സ്പീക്ക് ചെയ്യാം, എനിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പഠിക്കണം. എല്ലാരും അതായിരിക്കും തോന്നുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചുകൂടെ ഇതായിട്ട് ആഗ്രഹിക്കുന്നു. പറയട്ടെ. ഇംഗ്ലീഷ്. പോയിന്റ്സ്. അതെന്തോ ഇംഗ്ലീഷ് വല്ല ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം അറിയാം, എന്നാലും ഭയങ്കര ഇതായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ രണ്ടാമതും തെറ്റാണ്. ഏതാ ആൻസർ എന്തുവാ? ആൻസർ ഹിന്ദി. ഹിന്ദി. അറിയട്ടെ. വാട്ട്സ് മൈ വിയർഡസ്റ്റ് ഹാബിറ്റ്? എന്റെ ഏറ്റവും വൃത്തിയായിട്ട ഹാബിറ്റ്. സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ എഴുതിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ആൻസർ എനിക്ക് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിന്റെ സ്വഭാവമാണോ? എനിക്ക് ഹാബിറ്റ്, എന്റെ വൃത്തിയുടെ ഹാബിറ്റ്. നിങ്ങൾ എഴുതുന്ന ആൻസർ എനിക്ക് കറക്റ്റ് ആണ്. ചിലപ്പോൾ തുടങ്ങി ഉറങ്ങുന്നതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. എന്റെ ഒരു ഇതില് തോന്നുന്നു. ഓക്കേ. പഠിക്കുന്നത് ഫുൾ ടൈം ക്ലീനിങ്. ഐ മീൻ അതൊരു ബാഡ് ഹാബിറ്റ്. ഇവക്കത് ബാഡ് ഹാബിറ്റാ. ഇത് ക്ലീൻ ചെയ്യുന്നത് ബാഡ് ആണെന്ന് എന്നോട് പറഞ്ഞൊന്നും ചെയ്ത്. കാരണം ഇവള് ഒരു ഇത് ഒന്ന് തൂക്കും പിന്നെയും തൂക്കും. അതാണ് ഇവളുടെ ഒരു സ്വഭാവം. ഒരു പൊടി വീഴാ ഫുൾ ഹാൾ മൊത്തം ഫ്രണ്ട് നിൽക്കുന്ന ചേച്ചിയാണ്. ഞങ്ങള് കളിക്കുമ്പോ കളിയുടെ ഇടയ്ക്ക് അങ്ങ് തൂക്കും. അത് നടക്കത്തില്ല. ഓക്കെ, എന്റെ ട്യൂഷൻ ബാഗിന്റെ കളർ നമുക്ക് ഏകദേശം ഈ പറഞ്ഞതിനെക്കാട്ടി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഇതുവരെ 2 അറ്റംപ്റ്റ് ചെയ്തത് അടച്ചു ചെയ്തിട്ട്. ബ്ലൂ, ഞാൻ ബ്ലാക്ക് ബ്ലൂ മറ്റേ ആ ഒരു ബാഗ് ബ്ലാക്ക് കളർ. അത് ഏതാ കറക്റ്റ്? മറ്റേ രണ്ടും കളർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I used to make thumbnails and video edit in my phone. Which app I used to make thumbnails and a video edit in my phone?
ഞാൻ എന്റെ ഫോണിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനും തമിഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞാനും അതിനകത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൊന്ന് ചെയ്യുന്ന സാധനത്തില് ഏറ്റവും കൂടുതൽ ഞാൻ ഓക്കെ ഞാൻ പറയട്ടെ. ആ. ഇൻഷോട്ട് ഇൻഷോട്ട് കറക്റ്റ് ഓ ആൻസർ. നന്ദിയുണ്ട് പൊന്നു അങ്ങനെ ചോദിച്ചേ. ഓക്കെ കുട്ടി നിക്ക്. അടച്ചു വെക്കൂ. ഓക്കെ ഞങ്ങൾ കണ്ട് പഠിക്കും ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ which is my dream place to visit in future. അയ്യോ എന്റെ ഡ്രീം പ്ലേസ് ഫ്യൂച്ചർ എനിക്ക് വിസിറ്റ് ചെയ്യണം. എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ അറിയാത്തൊന്നുമില്ല, ഞാൻ കുറെ പ്രാവശ്യം മാത്രമേ ഞാൻ കേട്ടിട്ടില്ല. അത് കേൾക്കാതെ പ്രശ്നമില്ല. എനിക്ക് ഇതുപോലത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒന്നും തോന്നിയില്ലേ. എന്റെ ഓണൊക്കെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് who is my crush? ആക്ടറാണ് മലയാളം ആക്ടറാണ്. ഓക്കേ ഞാൻ എഴുതാന്ന് വിചാരിച്ചു പിന്നെ എഴുതാൻ ആക്ടറാണ്, ആക്ട്രസ് അല്ല ആക്ടർ. ആണ്. നടൻ സെലിബ്രിറ്റി ക്രഷ് എന്ന് വെച്ചാൽ ഇഷ്ടം ഏറ്റവും ഇഷ്ടം. ക്രഷ് ആയിട്ട് വന്നത്. ഒന്ന് ചേർന്ന് ready 1 2 3 set അല്ല, രണ്ടെണ്ണം തെറ്റാ. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. എന്റെ ഫേവറേറ്റ് ആക്ടർ ബേസില, പക്ഷെ എന്റെ ക്രഷ് ആയിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് നസ്മിയ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടി which type of dress I mostly wear? ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതാ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റും. ഓക്കെ ജീൻസ് ജീൻസും ടോപ്പും. ടോപ്പ് മാത്രമേ ഓക്കെ ഇതൊരു മലയാളം ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന എന്ത് കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ മുതൽ ഞാൻ പേടിക്കുന്നത്? What are you- എന്റെ ഒരു ഇത് വെച്ചങ്ങ് പറയുവാണ്. ഓഗസ്റ്റിൽ എനിക്കുള്ളത് വെച്ച് ഞാൻ പറയുവാണ്. What are you afraid of happening in August right now? എനിക്ക് പേടി തോന്നുന്നത് വെച്ചാൽ ആഗസ്റ്റ് എനിക്ക് അതുണ്ടെന്ന് തോന്നുന്നു. Okay. പറഞ്ഞിട്ടില്ലേ പാവങ്ങൾ 0 മാർക്ക് ഇപ്പോൾ ഇട്ടേക്കാം. ചേച്ചി പറഞ്ഞോ. എക്സാം എന്തോ എക്സാം? ഓണം എക്സാം. ഓക്കെ. ഞാൻ എക്സാം ഒന്ന് എഴുതിയോളൂ. ഞങ്ങൾ 0 കിട്ടി. കാണാൻ പറഞ്ഞു പെട്ടെന്ന് ചേച്ചി അറിയത്തില്ല. ഞാൻ ചേച്ചി അതേ ഓക്കെ അല്ല ചേച്ചിക്ക് ഞാൻ ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അത് ഏതോ രണ്ടെണ്ണത്തിന് ഇന്ന് കിട്ടും. ഞാനും അതെ. Guys, അപ്പൊ ഞാൻ പറയട്ടെ ആൻസർ. ഡൽഹി. ന്യൂഡൽഹി. ന്യൂഡൽഹി. ദൈവമേ, പൊട്ട തെറ്റ് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ന്യൂസിലാൻഡ്. അതെപ്പോ മാറി? ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡ് പറഞ്ഞു, ഇപ്പൊ അവിടെ അങ്ങോട്ട് കയറിയോ? Guys, ഇനി 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ. അത് ഇന്നലെയും കൂടെ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഇവിടെ ഉള്ളതിലുള്ള കാര്യമാണ്.
അതിനകത്തുനിന്ന് പാസ് കണ്ടുപിടിക്കാൻ സമയം കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ അപ്പൊ guys നമ്മള് ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പാറു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,